Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by Cubes International Group. Co-powered by Pochil Jewellery. Co-presents Ahilya School of Engineering and Technology. This program is brought to you by Happy Gold. ദൃഢനിശ്ചയമുള്ളവർക്ക് എന്തിനേയും മറികടക്കാൻ സാധിക്കും. ഫോക്കസിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു പുതിയ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഹില്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹില്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ, ഈ നമ്മൾ പുതിയ ഒരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഉപരിപഠനത്തിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവ്യൂസിൻ്റെ പല ഫേസസിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ശരിക്കും എങ്ങനെ അതിനെ നമുക്ക് നേരിടാൻ പറ്റും? ഒരു തൊഴിലിനാണെങ്കിലും ഉപരിവിദ്യാഭ്യാസത്തിനാണെങ്കിലും ചില ബിരുദ പഠനം കഴിയുന്ന സമയത്താണെങ്കിലും ഒരു ഇൻ്റർവ്യൂ അനിവാര്യമായി വരാറുണ്ട്. പഠനകാലത്ത് തന്നെ നമ്മൾ വൈവാവോസി എന്ന് പറയാറുണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ ഒന്നിൽ ജോബ് ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസ്, അല്ലെങ്കിൽ റിസർച്ചിനുള്ള ഇൻ്റർവ്യൂ, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഉദ്യോഗാർത്ഥികൾ നേരിടേണ്ടി വരിക. ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും അതൊരു പരീക്ഷയാണ്. തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പരീക്ഷാർത്ഥി ഏത് നിലയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ആളാണെന്ന് വിലയിരുത്തലാണ് ഈ ഇൻ്റർവ്യൂ അഥവാ അഭിമുഖത്തിൻ്റെ ആവശ്യം. വളരെ അനുഭവസ്ഥനായ ഒരു വ്യക്തിക്ക് തൻ്റെ മുന്നിലിരിക്കുന്ന ഉദ്യോഗാർത്ഥിയെയോ പരീക്ഷാർത്ഥിയെയോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വിലയിരുത്താൻ കഴിയും. അവരുടെ പ്രതികരണത്തിൽ നിന്ന്, അവരുടെ മുഖഭാവങ്ങളിൽ നിന്ന് അവരുടെ ചിന്തകളെ അളക്കാൻ പറ്റും, അവരുടെ വ്യാപ്തിയെ അളക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നവരും മുൻകൂട്ടി തയ്യാറെടുത്ത് വേണം പോകാൻ. അതിലേറ്റവും നല്ല തയ്യാറെടുപ്പ് സാങ്കല്പികമായ ഇൻ്റർവ്യൂ സ്വയം നേരിടുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുക ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്തിട്ട് ഓരോ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് അതിനെങ്ങനെ മറുപടി പറയും എന്ന് സ്വയം പരീക്ഷിച്ച് നോക്കലാണ്. പിന്നെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി അറിയാതെ പുറത്തേക്ക് വരും. പൊതുവെ രണ്ട് തരത്തിലാണ് നോളജ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി. ഒന്ന് സോളിഡ്, ഒന്ന് ഹോളോ. ഒരു ഇൻ്റർവ്യൂവിൽ നോളജ് മാത്രമല്ല പരീക്ഷിക്കപ്പെടുന്നത്, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ട്രേഡ്സും പരീക്ഷിക്കപ്പെടും. നമുക്കറിയാം, സൈക്കോളജിയിൽ നിരവധി തരത്തിലുള്ള പേഴ്സണാലിറ്റി ട്രേഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് തങ്ങൾ അളക്കപ്പെടുന്നത് തങ്ങളുടെ നിലവാരത്തിന് അപ്പുറത്താണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവണം. ഒരു ഉദ്യോഗാർത്ഥി ഒരു കള്ളം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് അത് അപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഉദ്യോഗാർത്ഥിക്ക് ജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്, നോളജ് ഡെപ്തിലുണ്ടെങ്കിൽ അത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഇൻ്റർവ്യൂ നടത്തുന്ന ആളിന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് ഒരു നിമിഷത്തെയോ ഒരു മണിക്കൂറത്തെയോ ഒരു ദിവസത്തെയോ പരിശീലനമല്ല പ്രധാനം. ഒരു ആജീവനാന്ത പരിശീലനം തന്നെ. നമ്മളൊരു ജീവിതകാലം മൊത്തം നമ്മുടെ പഠനത്തിലും നമ്മുടെ സോഷ്യൽ ഇൻറ്ററാക്ഷനിലും പിന്തുടരുന്ന പാത അറിയാതെ നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അതാണ് ഇൻ്റർവ്യൂവിൻ്റെ ഉദ്ദേശവും. എങ്കിലും ചില കാര്യങ്ങളിൽ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പരീക്ഷാർത്ഥി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഉത്തരം പറയാവൂ. ചോദിക്കാത്ത കാര്യങ്ങൾക്ക് കയറി ഉത്തരം പറയുന്നത് ഈ വലിയ കിടന്ന പാമ്പിനെ എടുത്ത് തോളിലിടുന്നതിന് തുല്യമാണ്. അപ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുത്. അത് ചോദ്യകർത്താവ് അത് ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഒരു അത്യാവശ്യം കുറച്ച് നിസ്സംഗഭാവം കൂടി ആവശ്യമാണ്. എക്സൈറ്റഡ് ആകരുത്. എന്താണോ ചോദിക്കുന്ന ആളിന് അറിയേണ്ടത് അത് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയാതെ നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. രണ്ടാമത്, നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവഹാവാദികൾ എങ്ങനെ ആണെന്നുള്ളത് നമുക്കൊരു ധാരണ ഉണ്ടാകണം. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത്, കണ്ണാടിയുടെ മുന്നിലിരുന്ന് പരിശോധന വേണമെന്നുള്ളത്. മൂന്നാമത്, ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂവിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് മുമ്പ് ഇത് ഫേസ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ സർവീസിന് ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ കേരള PSCയുടെ ഇൻ്റർവ്യൂവിന് പോവാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു പരീക്ഷയുടെ വൈവാവോസിക്ക് പോവാണ്, ഇതിനേത് പോയാലും ഇതിന് മുമ്പ് പങ്കെടുത്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും നമുക്ക് കണ്ടുമുട്ടാനോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനോ സാധിച്ചു എന്ന് വരും. അവരോട് ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ടെൻഷനും ഉണ്ടാവില്ല. പിന്നെ മറ്റൊന്ന്, ഈ ഏത് ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ വൈവാവോസിൽ പങ്കെടുക്കാൻ പോകുമ്പോഴും ഇതല്ല എൻ്റെ ജീവിതം എന്നുള്ളൊരു ധാരണ നമുക്ക് മനസ്സിലുണ്ടാകണം. ഇതെൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു ഫാക്ടർ അല്ല എന്ന് തോന്നണം. ഏതെങ്കിലും സമയത്ത് ഇതാണ് എൻ്റെ ജീവിതം മൊത്തം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പകച്ചു പോകും. അങ്ങനെ ഒരു പകയ്ക്കൽ ഒന്നിലും ഉണ്ടാകരുത്. കാരണം നമുക്കെപ്പോഴും ജീവിതത്തിൽ പല പല പ്ലാൻസ് വേണം. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C, പ്ലാൻ D, അങ്ങനെ പല പ്ലാൻസ് വേണം. നമ്മളിപ്പോൾ പോകുന്നൊരു ഇൻ്റർവ്യൂ, ആ ജോലി കിട്ടിയാൽ നല്ലത് തന്നെ. പക്ഷേ ചിലർ
ജോലിക്ക് ആവശ്യമില്ലാതെ ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പോകുന്ന ചില ഉദ്യോഗാർത്ഥികളുണ്ട്. അത് നല്ലത് തന്നെയാണ്. കാരണം ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ഇൻ്റർവ്യൂ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചോദ്യകർത്താവിൻ്റെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി ലിസണിങ് സ്കില്ലാണ്. പല ഉദ്യോഗാർത്ഥികളും ഞാൻ കണ്ടിട്ടുണ്ട്, ചോദ്യം മുഴുവനായി ചോദിച്ചു കഴിയുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറഞ്ഞു തുടങ്ങും. ഒരു വലിയ തെറ്റാണത്. ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആദ്യമായിട്ട് അറിയേണ്ടത് അയാൾക്ക് വേണ്ടത് പറയാനുള്ള സ്കില്ലിനേക്കാൾ കൂടുതൽ കേൾക്കാനുള്ള സ്കില്ലാണ്, ലിസണിങ് സ്കിൽ. അപ്പോൾ ലിസണിങ് സ്കിൽ നല്ല രീതിയിലുണ്ടെങ്കിൽ ചോദ്യം പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം ഒരു ഇൻ്റർവ്യൂവിലും നിങ്ങൾ ചോദ്യം കഴിഞ്ഞാൽ ഉടനെ ഉത്തരം പറയാൻ പറയുന്നില്ല. അതിനിടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഉത്തരം നമ്മളിലേക്ക് വരികയാണെങ്കിൽ അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ഉത്തരം പറയാൻ വെമ്പിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ചോദ്യകർത്താവും അത് ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ചോദ്യം മുഴുവൻ പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രമേ പ്രതികരിക്കാവൂ. മറ്റൊന്ന്, നമ്മുടെ സ്വഭാവത്തെ ഒന്നും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് സ്വഭാവം വളരെ ഗ്രാജുവലായിട്ട് മാറ്റി. ക്ഷിപ്രകോപമൊക്കെ കാണിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിലും ചിലപ്പം അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ മുഖത്തെ പെട്ടെന്നൊന്നും അങ്ങനെ മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ നാളത്തെ പരിശീലനം കൊണ്ട് മാത്രമേ ഒരാളിന് നല്ലൊരു ഉദ്യോഗാർത്ഥിയോ നല്ലൊരു തൊഴിലാളിയോ നല്ലൊരു ഉദ്യോഗസ്ഥനോ ആകാൻ കഴിയുള്ളൂ. അത് ഓവർനൈറ്റ് കുറച്ച് ജാടകൾ കാണിച്ചുകൊണ്ടും ആകാൻ കഴിയില്ല. അപ്പോൾ അതിന് നൈരന്തര്യമായ ഒരു പ്രവർത്തനം അതിനാവശ്യമാണ്, തയ്യാറെടുപ്പും. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷണൽ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി വീണ്ടും കാണാം. ബൈ. അപ്പോൾ നമ്മൾ AK ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ഒത്തിരി പേരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു ഫാമിലി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്താവും അവസ്ഥ എന്നറിയില്ല. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നോക്കി പലരും ഇങ്ങനെ നോക്കാറില്ല ഗൈസ്, അതാണ് ഒരു സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് പേര്? നൗഷാദ്. വർദ്ധ നിങ്ങൾ വർദ്ധ എന്നൊക്കെ ഒരാൾക്ക്, പക്ഷെ ഒരാൾക്ക് ഒരു പേരിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്തായാലും റോസാപ്പൂ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? നന്നായിട്ടുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫേസ്. എനിവേ, എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ അടുത്ത് പുത്തൻതാണി തന്നെ സ്ഥലം, 1 കിലോമീറ്റർ അടുത്ത് അത്ര തന്നെ. AK ഹൈപ്പർ മാർക്കറ്റ് ആദ്യമായിട്ടാണ് പുത്തൻതാണി വരുന്നത്, പക്ഷേ തിരൂർ പോയിട്ടുണ്ട്. അറിയാം. എന്താണ് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു? അതാണ് പ്രധാനപ്പെട്ടത്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് ഞങ്ങളിത് വണ്ടിയിട്ട് പോകുമ്പോഴൊക്കെ ഇതൊരു മാള്, പലയിടത്തും പല മാളുകൾ തുറക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കേൾക്കും, പോകാറുണ്ട്. മലപ്പുറം ജില്ലയിൽ ഏകദേശം മാളുകളൊക്കെ നമ്മൾ കറങ്ങാറുണ്ട്. ഇപ്പോൾ എൻ്റെ മോൾക്ക് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ UAE ആയതുകൊണ്ട് അവിടുന്ന് പിന്നെ മാളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടുന്ന് ലുലു മാൾക്കൊക്കെ നന്നായിട്ട് പോകാറുണ്ടായിരുന്നു. ആ ഓപ്പണിങ് ചെയ്യുന്ന സമയത്ത് കണ്ടമാനം യാത്ര ചെയ്തിരുന്നു. പക്ഷേ ഇവിടെയും അതുപോലത്തെ ഒരു മാള് നമ്മുടെ നാട്ടിൽ വന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇന്നെ ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ഗൾഫിലാണോ നിൽക്കുന്നത്, നാട്ടിലാണോ നിൽക്കുന്നത്, സാധാരണ ഈ മാളുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഈ അടുക്കി വെച്ച സാധനത്തിലൊക്കെ ഒരു കുറവ് കാണാറുണ്ടായിരുന്നു. കുറേ ബാക്കിലൊക്കെ കാലിയായിട്ട് അല്ലെങ്കിൽ സാധനത്തിന് കുറേ സ്പേസിൽ കാണാറുണ്ട്, തട്ടിമുട്ടിയിട്ടൊക്കെ അവിടെ കൂടി കുറച്ചൊക്കെ ആണ്ട് വെച്ചിട്ടുണ്ട് പൂർത്തിയാക്കുന്ന ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ലുലുവിൻ്റെ അതേ ഒരു സെറ്റപ്പിലാണിത് കാണുന്നത്. ഞാൻ അത്രയ്ക്കും ഹൈ ക്വാണ്ടിറ്റിയിലും ഹൈ സെറ്റപ്പിലും അത്രയും കൂടുതൽ ബൾക്കായിട്ട് ഒരു പർച്ചേസിങ് ചെയ്തിട്ട് അവർ എല്ലാം മുക്കും മൂലയും നോക്കിയിട്ട് എല്ലാ ബ്രാൻഡും പരമാവധി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ര സന്തോഷം വളരെ വലുതാണ്. ഉണ്ടാവും മാത്രമല്ല, ഇത് നമ്മളെ മലപ്പുറം ജില്ലക്കാരായ ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മലപ്പുറം എൻ്റെ ഒരു നിഗമനത്തിൽ മലപ്പുറം ജില്ല ഇത്രയും വലിയൊരു മാള് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഫാമിലിയിട്ട് നിങ്ങൾ ഇവിടെ വന്നൊന്ന് പർച്ചേസ് ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് കണ്ടു പോകണം എന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. വർദ്ധപ്പം എന്ത് ചെയ്തു? ഞാൻ എൻട്രൻസിന് പഠിക്കുകയാണ്. ഓക്കെ, ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? ഭൂരിഭാഗം കാലയളവും ഗൾഫിലാണ് ചിലവഴിച്ചത്. ഇവിടെ വന്നപ്പോൾ എന്ത് തോന്നി? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ എനിക്ക് മാളും എനിക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലെ ലുലു മാൾക്കൊക്കെ ഞാൻ പറഞ്ഞോട് എത്ര പ്രാവശ്യം കൊണ്ടുപോയിക്കണത്. കാരണം നമ്മളെ ചുറ്റുവട്ടത്തൊന്നും ഒരു നല്ല മാളില്ല. അപ്പോൾ ലുലു മാളൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങോട്ട് തന്നെയായിരുന്നു എപ്പോഴും പോക്ക്. അപ്പോൾ ഇങ്ങനൊരു മാള്, ഇങ്ങനൊരു സൂപ്പർ മാർക്കറ്റൊക്കെ നമ്മുടെ ഒരു ചുറ്റുവട്ടത്ത് വന്നപ്പോൾ ഇനി സുഖമായി. ഇനി പറഞ്ഞോട് ഞാൻ പറഞ്ഞേക്കണേ, ഇനി ഞായറാഴ്ചകളിലൊക്കെ ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏതായാലും നല്ലൊരു സുഖമായി എല്ലാവർക്കും. കാരണം ഇത്ര നല്ല വെറൈറ്റി കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് അങ്ങനെയൊന്നും കിട്ടാനില്ല. അപ്പോൾ അതൊരു നല്ല ഒരു ഡിസിഷനായി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇതൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഓരോ മൈന്യൂട്ടായിട്ട് കാര്യങ്ങൾ നോക്കുന്നതാണ്. വളരെ പ്രൈസ് കുറവാണ്.
ഇതും കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടിരുന്ന ആഗ്രഹം എല്ലാ സാധനത്തിനും വളരെ മറ്റുള്ള കടലിനെക്കാട്ടൊക്കെ ഒരുപാട് പ്രൈസ് കുറവ് കാണുന്നുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വരുന്നത് മാത്രമല്ല, അത്രയും നല്ലൊരു സ്ഥാപനം ഇവിടെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഭൂരിഭാഗം ഗൾഫിലായിരുന്നല്ലോ, അപ്പോൾ പല സാധനങ്ങളും ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ള സെറ്റപ്പാണ്. പല ഫോറിൻ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ, അവിടെയാണ് കിട്ടുക എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്ത് തോന്നുന്നു? ഗൾഫിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനേക്കാൾ ബെറ്ററാണ് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുന്നത്, അങ്ങനെ തോന്നുന്നു? അതായത് എനിക്ക് ഗൾഫിലുള്ള ഈ പ്രോഗ്രാം കാണുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞാനൊരു 10-25 വർഷം ഗൾഫിലുള്ളതാണ് ആയിരുന്നു. 1989 ഒരു 25 വർഷത്തോളം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഞാനൊരുപാട് ഈ ഡ്രൈ ഫുഡ് ആയാലും മറ്റുള്ള ഈ കുട്ടികൾക്കുള്ള മറ്റുള്ള മിഠായിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഗൾഫിൽ തന്നെ കൊണ്ടുവരാറുള്ളത്. പിന്നെ ഇപ്പോൾ ഇനി വരുന്ന മലപ്പുറം ജില്ലക്കാരായുള്ള എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ AAK മാളിൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം. പുത്തനത്താണിയിലുള്ള അത് ഒരു മക്കളേറ്റ് ഒന്ന് ഈ കുടുംബമായിട്ട് നിങ്ങളൊന്ന് പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റുമാണ്. ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റാണെന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ ഒരുപാട് മാളുകളൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. ഏതൊരു വലിയ സ്ഥാപനം വന്നാലും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞെട്ടിച്ചു പോയി. പുത്തനത്താണിക്ക് AAK മാൾ ഇത്രയും വലിയൊരു സെറ്റപ്പിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ ഇത്രയും നല്ല ഹൈ ലെവലിൽ ഇന്നത്തെ ആധുനിക രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് കാണാനും പർച്ചേസ് ചെയ്യാനും നിങ്ങൾ വരണം എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. പക്ഷേ സംഗതി അടിപൊളിയാണ്. ഇനിയും നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ ദുബായിലെ ഉംറ മോളിലുള്ള കോമ്പസ് ഗ്ലോബൽ ഹോൾഡിംഗ് കമ്പനിയിലാണ്. ഇവരുടെ ഒത്തിരി സ്പെഷ്യാലിറ്റീസ് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ഇന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. കോമ്പസ് ഗ്ലോബൽ ഹോൾഡിംഗ് ഗ്രൂപ്പിൻ്റെ MD ആണ് സ്റ്റാൻലി. അദ്ദേഹമാണ്. ഇവരുടെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഇവിടെ ഉണ്ട്. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽസാണ് നമ്മൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാൻ പോകുന്നത്. കോമ്പസ് ഗ്ലോബൽ ഹോൾഡിംഗ് ഗ്രൂപ്പ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളമായി. അപ്പോൾ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കാനുള്ളൊരു കാരണം, അതായത് മൈ പോളിസി ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു ഫോളോ എനിബഡി. ലെറ്റ്സ് പീപ്പിൾ ഫോളോ മീ വിത്ത് ക്വാളിറ്റി പ്രൊഡക്റ്റ്, നോട്ട് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ്. വി ആർ സെല്ലിംഗ് quality product only. I am not concerned about the cheap items. So you can see the product what I discussed, that explained to you down. Now we are in household, medical field, health and well-being product. We have advertisement things. We have Delma furniture. We have many divisions. There are 5 divisions we have. We are giving all the social media platform. We are in all the advertisement we are doing. Household, I proudly say we are the one and only people selling quality product. You can see from Crystal Dark from France, Melamine Super from France, Stall from India, Kula Flask from South Africa. Like that, many products. I don't want to say the names, it will take ages. So that much names we are selling. We are selling only branded item. We are not selling our product in the premium class sector only. So which means quality products നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇങ്ങോട്ട്. Import ചെയ്തിട്ട് or tie with the factories.
The cola flask is a tie up with the factories, the partners with the things. Many products like that only. Like a Stanley that flask. Not a Stanley flask, Stanley Pachokkar. Stanley Pachokkar, that's my own brand. യെസ്, അതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സാറിൻ്റെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. I have to present my quality to the public, how to use it and get the feedback. That is, I precisely say one and only Pachokkar in the world, tri-ply Pachokkar, with all the safety precautions. And 1 year guarantee we are giving for the quality. Like that, Kula flask, the same thing. And water boiler. We call it as an intelligent water boiler. There is no intelligent water boiler. People say, what is intelligent water boiler? It can make magic, but the performance. Like that, many products are here. You can see down. We are in all the sectors. We are in shipping, combo shipping. We are in create global communication. We create display, Delma furniture, household items, everything we have. Which means കോമ്പസിന്റെ തന്നെ ഒത്തിരി ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒരു ഡിവിഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. And also I am the managing director of the Boirer Health and Wellbeing product in India. In India. Boirer India Private Limited. It is there. The head office in Gurugram, Delhi, and logistics is in Chennai. So we are selling very well. It's a big turnover we are achieving. It's 100 plus old company, Boirer. Ganguly, the brand ambassador for the Boirer brand. Okay, Ganguly. We already signed the contract last month. Okay, great. So he is the brand ambassador for the Boirer brand now. Boirer brand. Yeah. Boirer brandil എന്താണ് മെയിൻ ആയിട്ട്? Health and well-being products. Blood pressure meter, glucose monitor, many products are there. Massager, many things are there. So that's also that's a part of കോമ്പസ് ഗോൾഡിംഗ് ഗ്രൂപ്പ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓഫീസാണ് ഉംറമോളിൽ, ദുബായ് ഉംറമോളിലാണ് ഈ ഒരു ഓഫീസ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രാഞ്ച് ഈ ഒരു ഡിവിഷൻ്റെ മാത്രമാണ് ഈ ഒരു ഓഫീസ് ഇവിടെ ഉള്ളത്. ഒത്തിരി അച്ചീവ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോസും പിക്ചേഴ്സും ട്രോഫീസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. നമ്മളോട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമ്പോൾ നമുക്ക് ഭയങ്കര ഈവൻ സ്റ്റാഫുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. Not like a staff, it's a family. Yeah, staff. Because I'm interacting with their day-to-day things. What is their problems? I'm just to solve a problem. I never love the money. ഈ കൊല്ലം നമ്മൾ പുതിയൊരു വെഞ്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓഡിറ്റോറിയംസ് കൺവെൻഷൻ സെൻ്റർ ഉണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ദി ബാരേജ് ആൻഡ് എവറിത്തിങ്, ജസ്റ്റ് സിംപിളി തിങ്സ്. നൗ ഐ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രീമിയം ലെവൽ വിത്ത് ഓൾ ദി amenities and everything there. ഈ കൺവെൻഷൻ സെൻറ്റർ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. 32,000 സ്ക്വയർ ഫീറ്റിലാണ്. ഫുള്ളി ഫങ്ഷൻ, ഡോൾബി സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, ക്യാമറ സിസ്റ്റം, എവറിത്തിങ് ഈസ് there. നമ്മളിപ്പോൾ കോമ്പസ് ഗ്രൂപ്പിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. പ്രോഡക്റ്റ്സ് ആയാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ, സ്റ്റാഫ് കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് സാറ് നാട്ടിലെവിടെയാണ് അല്ലെങ്കിൽ ഫാമിലി ആരൊക്കെയാണ് എന്നതുകൂടി അറിയാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാവും. അതുകൂടി ഒന്ന് പറയാമോ സാർ? Actually, I hail from, there's a small town called Mala. Me, I have married man. My wife is a housewife. He is also partner of the company. And now we look after us. I got 2 children. One is elder, one is a girl. They are born and brought up here, and son. And my son is working with me. He was a Arabia pilot. Now I grounded him to look after my business. Okay. And elder one is a daughter. She is a doctor, working in India. And her husband is also doctor, working in India, especially in Kochi. These are things. I got 3 grandchildren. Oh, great. 2 plus 1 grandchildren. My son, wife is also doctor. I'm so happy. ഒത്തിരി സന്തോഷമുണ്ട് കോമ്പസ് ഗ്ലോബൽ ഗ്രൂപ്പിനെയും സാറിനെയും നമ്മുടെ ഒരു ഷോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാൻ പറ്റിയതിന്. സാറിൻ്റെ
വിലയേറെ ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തി നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് സർ. സോ ഈ ഒരു എപ്പിസോഡിലേക്ക് വരാനും പ്രേക്ഷകരോട് സംസാരിക്കാനും സംബന്ധിച്ചതിനും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഞാനുള്ളത് ചേർത്തലയിലുള്ള ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. സോ നമ്മൾ കുറച്ചേറെ കളക്ഷൻസ് ഒക്കെ കണ്ടല്ലേ. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കിയുള്ള നിങ്ങളുടെ കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാണ്. സോ നിങ്ങളെല്ലാവരും റെഡിയല്ലേ? സോ നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസ് കാണാം. ഓരോ ഐറ്റവും ഇതെല്ലാം വരുന്നത് 14 ഗ്രാം 4 ഗ്രാമാണ് ഇത് വരുന്നത്. 4 ഗ്രാം 450 മില്ലിയേ വരുന്നുള്ളൂ. അതായത് അരപ്പവൻ 14 എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 1.5 പവനും 2 ഗ്രാമും കൂടി കൂടുതൽ വരും. പിന്നെ ഇത് ഈ ഒരു വെയിറ്റ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞതാണ്. അത് 8 ഗ്രാം, 1 പവനേ ഉള്ളൂ. 1 പവനേ ഉള്ളൂ. മുകളിലത്തെ വരുന്ന 12 ഗ്രാം 1.5 പവനില്ല. മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള മാങ്ങ ടൈപ്പിലുള്ള ചോക്കറിൽ ഒരു മാറ്റ് ഫിനിഷിങ് വെച്ചേക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഡിഫറെന്റ് കളർ വന്നേക്കണം. 4 ഗ്രാമിന്റെ നമ്മൾ നേരത്തെ കാണിച്ച ഡൈ നെക്ലേസ്, പിന്നെ ഒരു കളിയൂഞ്ഞാല് ടൈപ്പിലുള്ള ഒരു ഏറ്റവും മുകളിൽ ഇടാൻ പറ്റുന്ന കളിയൂഞ്ഞാല്. പിന്നെ ഇത് കാശുമാലയാണ്. കാശുമാല 4 ഗ്രാം അരപ്പവനാണ്. ഇതെല്ലാം 4 ഗ്രാം ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോണ അരപ്പവനിൽ കാശുമാല, അതിലൊരു ചെറിയ മുല്ലമൊട്ടും ഒരു സ്റ്റോൺ വർക്കൊക്കെ വന്നത്. ഇത് 24 ഗ്രാമിന്റെ ഒരു വലിയൊരു ഷോമാലയാണ്. 3 പവൻ. നല്ലൊരു നിറവിൽ കിട്ടുന്ന രീതിയിൽ നല്ല പൊലിമയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതെ. പിന്നെ അത് ഇങ്ങോട്ട് വരുമ്പോൾ 2.5 പവനാണ് ഇത് വരുന്നത്. അത് മുല്ലമൊട്ടും കാശും കൂടി വരുന്ന ദേവിയുടെ പടം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ പടം കൊടുത്തിട്ടുണ്ട്. കാശുമാല തന്നെ അടുത്തത് വേറെയും വരുന്നുണ്ട്. ഇത് 1.25 പവനാണ് വരുന്നത്. 1.25 പവൻ. അതെ 1.25 പവനിലാണ് ഈ ഒരു കാശുമാല വരുന്നത്. പിന്നെ മുല്ലമുട്ടുമാല 3/4 പവൻ്റെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലൈറ്റ് വെയിറ്റിൽ ഞങ്ങളിന്ന് ചെയ്ത് തീർത്തതായിരുന്നു. അതായത് ഒരു ചെറിയൊരു ഒരു ആൻറ്റിക് മോഡലായിട്ടുള്ളതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ലൈറ്റ് വെയിറ്റിൽ 10 ഗ്രാം 1.25 ഉള്ളൂ. സാധാരണ ഇതിൻ്റെയൊക്കെ വെയിറ്റ് കൂടുതലാണ് വരുന്നത്. വെയിറ്റ് കൂടുതലാണ്. അതെ. പിന്നെ അതാണ്. പിന്നെ അത് ഏറ്റവും മുകളിൽ കാണുന്ന 1.25 പവൻ്റെ ഒക്കെ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ താഴെ കിടക്കുന്ന കാശുമാല 2.5 പവനോളം വരുന്നുണ്ട്. 2.5 പവനിൽ നല്ല അത്യാവശ്യം സ്റ്റോണൊക്കെ ആയിട്ടുള്ള നല്ല സ്റ്റോൺ ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് 20 ഗ്രാം ഉണ്ട്. അത് 2.5 പവനുള്ളത് കൊണ്ടാണ് അത്രയും ഭംഗി വരുന്നത്. ലെയർ മാല വരുന്നത് 3 പവനാണ് വരുന്നത്. അത് ഇച്ചിരി വെയിറ്റ് കൂടുതലുണ്ട്. നമ്മൾ അതിന്റെ തന്നെ ഒരു മണിമാല പോലത്തെ ആണെങ്കിൽ 2 പവൻ. അതെ ലെസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 4 ഗ്രാമിന്റെ വേറെ വരുന്നുണ്ട്. അതുപോലെ പിന്നെ മുകളിലോട്ട് വരുമ്പോൾ എല്ലാം ഡൈ നെക്ലസ്, നമ്മൾ നേരത്തെ കണ്ട ഡൈ നെക്ലസും, പിന്നെ അതുപോലെ തന്നെ കളിയൂഞ്ഞാൽ ടൈപ്പിലുള്ള ഒരു മാലയും ഷോമാലയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് കുറേ പേര് ഈ അതായത് 28, 56 അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ വരുമല്ലോ ഈ കൊച്ചിൻ്റെയൊക്കെ. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഐറ്റമാണ് അരഞ്ഞാണം എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നണേ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ്. 1 ഗ്രാം 800 മില്ലിയേ വരുള്ളൂ. 1 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അരഞ്ഞാണം ആ ടൈപ്പ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയതോ അതല്ലെങ്കിൽ തന്നെ നമുക്കിപ്പം വാങ്ങിച്ചു കൊടുക്കാനായിട്ടോ അതല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസിന് പറ്റുന്ന രീതിയിലാണ്. അതെ, കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ചടങ്ങിനൊക്കെ ആ സമയത്തൊക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ല. ഈ ഒരു ഡെലിവറി ടൈമും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾ 1 പവനിൽ, അതായത് 1 പവനിൽ അരഞ്ഞാണം, തള, 2 വള, മാല നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ അതെല്ലാം കൂടി വേണമെങ്കിൽ നമുക്ക് 1 പവനിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതെ. കുറേ കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടല്ലേ. സോ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ബൈ. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. Ahalya, Kerala's largest EduHealth campus, offers various UG and PG courses
Ahalya, a place for quality learning. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലാൻഡ് റൈഡ്സും വാട്ടർ റൈഡ്സും ഒക്കെ ഉള്ള ഒരു അടിച്ചുപൊളി സ്ഥലമാണിത്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഇവിടെ ഫുൾ ബഹളമാണ്. എല്ലാവരും ഈ സ്പ്ലാഷ് പൂളിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുള്ള ബഹളമാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഫുൾ ഹാപ്പി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വേറെ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. കുട്ടികളും മുതിർന്നവരും എല്ലാവരും തന്നെ വെള്ളത്തിലുമൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട്, അവരെന്തൊക്കെ എൻജോയ് ചെയ്തു എന്ന് ചോദിച്ചറിയാം. ഹായ്, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട്. ഫാമിലിയാണോ? ഇവർ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. തിരുമല. അല്ലേ? ജിനി. ജിനി എന്ത് ചെയ്യുന്നു? നേഴ്സാ. മാൾട്ടയിൽ വർക്ക് ചെയ്യുന്നു. സ്കൂളിൽ ഓഫീസ് സ്റ്റാഫായി വർക്ക് ചെയ്യുന്നു. ഇവിടെ ഏത് സ്കൂളിലാണ്? പേയാട് സെൻറ്റ് സേവിയേഴ്സ്. ഐശ്വര്യ. ഏത് ക്ലാസ്സിലാണ്? 7ലേക്ക്. വെക്കേഷൻ അടിച്ചു പൊളിക്കാണോ? ഇഷ്ടപ്പെട്ടോ ഹാപ്പി ലാൻഡ്? ആ. എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ കുറേ റൈഡിലൊക്കെ കയറി, പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചു. ഇത് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അത് സ്പ്ലാഷ് പൂൾ അല്ലേ? ആൽവിൻ. ഏത് ക്ലാസ്സിലാണ്? ഇനി 7ല്. എങ്ങനെയുണ്ട്? കൊള്ളാം, അടിപൊളി. സെറ്റ്. സൂപ്പർ. പേരെന്താ? സോനു. ഏതിലാ പഠിക്കുന്നത്? 8ാം ക്ലാസ്സിൽ പോകും. കൊള്ളാമോ? സൂപ്പറാ. എൻ്റെ പേര് സജീവ്. ഞാൻ കാർപ്പൻ്ററാണ്. പണിയെടുത്ത് ചെയ്യുന്നതാണ്. തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണോ ഹാപ്പി ലാൻഡിൽ? ഞാനും എൻ്റെ ചേട്ടനും വന്നിട്ടുണ്ട്. എങ്ങനെയാ? സ്കൂളിനാ? അല്ല, പള്ളിയിൽ നിന്ന് ടൂറായിട്ട്. ഇഷ്ടപ്പെട്ടോ? ആ. ഇനിയും വരോ? ഞാൻ ഇതിലെങ്കിലും പോയോ? ഞങ്ങൾ മിറർ ഇമാജിങ് അവിടെ റൈഡിലായിട്ട് കയറിയില്ല. വെള്ളത്തിൽ ചാടത്തെന്താ? ചാടണം കുറച്ച്. എല്ലാം റെഡി ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? റെഡി ആയിട്ടോ. ഒരു ചോദ്യം ചോദിച്ചാലോ? ഒരു പാട്ട് പാടും ആദ്യം. ഇവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. അന്താരുമിപ്പോ അമ്പത്തരുവാരെ ചിന്ന അരുവിപ്പോൾ എന്നെ സുരുവാരെ നീ തുമ്പിരിനെ തുമ്പിരിനെ ആയുസ് നൂറാതെ എന്നുയിരുന്നോട് പത്തിച്ച വച്ച ഏൻ പാർവ ഉന്നോട് ഉണ്ണുമ്മേ കണ്ണോട് പേസാമൽ നിന്നോട് ഞാൻ ഇനക്കും പോകാതോട് അടിയാവാം ഞാൻ കാതെ മറോട് ഞാൻ ഇരുമ്പിപ്പേര്. അടിപൊളി, സൂപ്പർ. ഗിഫ്റ്റ് തരട്ടെ? ഓക്കെ, ഒരു തൊപ്പിയും ഉണ്ട്, ഒരു ടീഷർട്ടും ഉണ്ട്. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൊച്ചു പിള്ളേരും വലിയവരെല്ലാം വെള്ളത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അടുത്ത ഹാപ്പി എപ്പിസോഡിൽ സുകന്യ ജയറാം വീണ്ടും സംസാരിക്കുന്നതാണ്. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. focus123@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലപ്പെട്ട നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഞാൻ സുകന്യ ജയറാം. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Tirunelveli. Powered by Cubes International Group. Co-powered by Pochil Jewelry. Co-presents Ahalya School of Engineering and Technology. This program is brought to you by Happy Gold.